ഹായ് ഗൈസ്. HTML എന്താണെന്നുള്ള നമ്മൾ നോക്കി. ഇനി HTML കോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആവശ്യമുള്ള ടൂൾസും അതേപോലെ അതെങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. HTML കോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടെക്സ്റ്റ് എഡിറ്റർ, ഫയൽസ് ക്രിയേറ്റ് ചെയ്യാൻ ഒരു ടെക്സ്റ്റ് എഡിറ്റർ നമുക്ക് ആവശ്യമാണ്. നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് VS കോഡ് എന്നുള്ളൊരു ടെക്സ്റ്റ് എഡിറ്ററാണ്. അതൊരു ഓപ്പൺ സോഴ്സ് ടെക്സ്റ്റ് എഡിറ്ററാണ്. ഫ്രീലി നിങ്ങൾക്ക് ഇന്റർനെറ്റ് ത്രൂ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, HTML കോഡ് ചെയ്യുന്ന വെബ് പേജ് കാണാൻ വേണ്ടിയിട്ട് ഒരു ബ്രൗസർ ആവശ്യമാണ്. ബ്രൗസറായിട്ട് ക്രോം ഇൻസ്റ്റാൾ ചെയ്യാം. ക്രോം ഇൻസ്റ്റാൾ ചെയ്യുന്നതുകൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ബ്രൗസേഴ്സ് അവൈലബിൾ ആണ്. ക്രോമിനുള്ള ഒരു ഉപകാരം, ക്രോമിൽ കുറച്ചും കൂടി നല്ല ഡെവലപ്പർ ടൂൾസ് അവൈലബിൾ ആണ്. ഇതേ ടൂൾസ് മോസിലയിൽ അവൈലബിൾ ആണ്, പക്ഷെ കുറച്ചും കൂടി നല്ല രീതിയിൽ അത് പ്രസന്റ് ചെയ്യുന്നത് ക്രോം ആണ്. സോ ക്രോം ഇൻസ്റ്റാൾ ചെയ്യാം. ഇത് രണ്ട് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. VS കോഡ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ലേ ഔട്ട് ആയിരിക്കും കാണുന്നുണ്ടാവുക. കുറച്ച് സെറ്റപ്പ് സ്റ്റെപ്പുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഈ ലേഔട്ടിൽ ആയതിന് നിങ്ങൾക്ക് VS കോഡ് ഒരു ഫയൽ ഓപ്പൺ ചെയ്യാം. VS കോഡിൽ ഒരു ഫയൽ ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഞാൻ എപ്പോഴും നല്ലത് ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യുന്നതാണ്. ഫോൾഡർ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലത്തെ നാവിഗേഷൻ ബാറിലോട്ട് വരിക, എന്നിട്ട് ഫയൽസ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ഫോൾഡർ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട ഫോൾഡർ സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഞാൻ ഈ ട്യൂട്ടോറിയൽ വേണ്ടിയിട്ട് ഓൾറെഡി HTML എന്നുള്ളൊരു ഫോൾഡർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇനീഷ്യലി എക്സ്പ്ലോറർ എന്നുള്ള ടാബ് ഓപ്പൺ ചെയ്താൽ അതിൽ നിങ്ങൾക്ക് ആ ഫോൾഡറിലുള്ള ഫോൾഡേഴ്സ് ഒക്കെ ലിസ്റ്റ് ചെയ്തിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിലുള്ള 2 ഫയൽസ് ആയിട്ടുള്ള HTML CSS ലിസ്റ്റ് ചെയ്തിട്ട് കാണാൻ പറ്റും. നെക്സ്റ്റ്, ഇതിൽ എക്സ്റ്റൻഷൻസ് എന്നുള്ളൊരു ടാബ് ഉണ്ട്. 3-4 ബ്ലോക്സിന്റെ ഒരു ഐക്കണാണ് ഇതിനുള്ളത്. അത് ഓപ്പൺ ചെയ്യുക. ഈ എക്സ്റ്റൻഷൻസ് എന്നുള്ള ടാബ് ത്രൂ നമുക്ക് HTML കോഡ് ചെയ്യും. ആ ഒരു ഡെവലപ്മെന്റ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പ്ലഗിൻസ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അത് ടെക്സ്റ്റ് എഡിറ്ററിനുള്ളൊരു ഒരു ഓപ്ഷനാണ്. അങ്ങനത്തെ പ്ലഗിൻസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെവലപ്മെന്റ് കുറച്ചുകൂടി എളുപ്പമായിട്ട് ഈസിലി പെട്ടെന്ന് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്ന രീതിയിലോട്ട് മാറ്റാം. അപ്പോൾ HTML ഡെവലപ്മെന്റിന് സഹായിക്കുന്ന കുറച്ച് പ്ലഗിൻസ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇനീഷ്യലി ഇതിന്റെ ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഒരു ഐക്കൺ പാക്ക് ആണ്. ഐക്കൺ പാക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതിൽ ഫയൽസ് ലിസ്റ്റ് ചെയ്ത് കാണാം, അതിന്റെ സൈഡിൽ ഒരു ഐക്കൺസ് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതേ ഐക്കൺസ് നിങ്ങൾക്കും ആവശ്യമുണ്ടെങ്കിൽ VS കോഡ് ഐക്കൺസ് എന്നുള്ള ഒരു ഐക്കൺ പാക്ക് ഉണ്ട്. അത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്താൽ അതേപോലെ ഐക്കൺസ് അവിടെ ലിസ്റ്റ് ചെയ്തിട്ട് കാണാൻ പറ്റും. ഓക്കെ. നെക്സ്റ്റ് പ്ലഗിൻ HTML CSS സപ്പോർട്ട് എന്നുള്ള ഒരു പ്ലഗിനാണ്. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് HTML CSSന്റെ കോഡ് കംപ്ലീഷൻ സപ്പോർട്ട്, കോഡ് കംപ്ലീഷൻ ഉള്ള ഒരു സപ്പോർട്ട് കിട്ടും. HTML HT എന്ന് അടിക്കുമ്പോൾ തന്നെ ബാക്കി കോഡിന്റെ ഒരു കംപ്ലീഷൻ ലിസ്റ്റ് ആയിട്ട് വരും. എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കോഡ് കിട്ടും. കംപ്ലീറ്റ് കോഡ് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വരില്ല. ഡീഫോൾട്ട് ആയിട്ട് VS കോഡിൽ HTML CSS സപ്പോർട്ട് ഉണ്ട്. അത് കൂടാതെ കുറച്ചുകൂടി എൻഹാൻസ്ഡ് ആയിട്ടുള്ള സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് HTML CSS സപ്പോർട്ട് എന്നുള്ള ഒരു പ്ലഗിൻ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പ്ലഗിൻ ലൈവ് സെർവർ എന്നുള്ള പ്ലഗിനാണ്. അത് ഇൻസ്റ്റാൾ ചെയ്യുക. അത് എന്താണെന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണെങ്കിൽ, index.html എന്നുള്ള ഫയൽ ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്യാം. ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു സിമ്പിൾ HTML ഫയലാണത്. അത് സെലക്ട് ചെയ്തിട്ട് അതിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അതിൽ ഓപ്പൺ വിത്ത് ലൈവ് സെർവർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ലൈവ് സെർവർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ അപ്പോൾ അത് ഓപ്പൺ വിത്ത് ലൈവ് സെർവർ എന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ബ്രൗസറിൽ ഇതിൽ കാണാൻ പറ്റും ആ ഒരു ലൈവ് സെർവറിൽ ഓപ്പൺ ചെയ്ത ആ ഒരു വെബ് പേജ്. ഇതിൻ്റെ ഒരു ഉപകാരം എപ്പോഴാണ് വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു വെബ് പേജിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ട് അത് ജസ്റ്റ് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ആ ചേഞ്ച് ഇവിടെ റിഫ്ലക്ട് ചെയ്തതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത് സേവ് ചെയ്ത് ഇപ്പുറത്ത് പോയി റിഫ്രഷ് ചെയ്യാന്നുള്ളൊരു ഒരു സംഭവം നിങ്ങൾക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ കുറേ ഡെവലപ്മെന്റ് സമയം അതുകൊണ്ട് നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റുന്നതാണ് അതിന്റെ മേജർ ഒരു ഉപകാരം. അപ്പോൾ ഇത്രയും ടൂൾസ് ആണ് ബേസിക്കലി നിങ്ങൾ VS കോഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് ബ്രൗസറിലോട്ട് പോകാം. ഒരു ബ്രൗസറിൽ നമ്മൾ ചൂസ് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞു ഇതിൽ കുറച്ച് ഡെവലപ്പർ ടൂൾസ് അവൈലബിൾ ആണ്. അപ്പോൾ അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രൗസർ ആയം തന്നെ എടുത്തിട്ട് അതിൽ ഇൻസ്പെക്ട് എന്നുള്ള ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഒരു ടാബ് ആയിരിക്കും ഓപ്പൺ ചെയ്ത് വരിക. അതിൽ എലമെന്റ്സ് എന്നൊരു സംഭവം ഓപ്പൺ ചെയ്ത് വെക്കുക. അതാണ് HTML സപ്പോർട്ട് ചെയ്തൊരു കോഡ് കാര്യങ്ങൾ കാണിക്കുന്ന പോർഷൻ. അത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 2 ടൂൾസ് കാണാൻ പറ്റും. ഒന്ന് എലമെന്റ് സെലക്ടർ ആണ്. അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മളെ വെബ് പേജിലുള്ള ഓരോരോ എലമെന്റ്സും യുണീക്ക് ആയിട്ട് സെലക്ട് ചെയ്തെടുക്കാം. ഒരു ടൂൾസ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ HTML കോഡും CSS കോഡും സെലക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ അതിൽ ചേഞ്ച് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. അത് ചേഞ്ച് ചെയ്ത് അപ്പം തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിന്നീട് നിങ്ങൾക്ക് VS കോഡ് പോയി കോഡ് എഡിറ്റ് ചെയ്താൽ മതി. അതാണ് ഈ സെലക്ട് എലമെന്റ് കൊണ്ടുള്ള ഒരു ഉപകാരം. നിങ്ങൾ യുണീക്ലി ഈ ഒരു എലമെന്റ്സ് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് ടോഗിൾ ഡിവൈസ് എന്നുള്ളൊരു ഓപ്ഷനാണ്. ഈ ഒരു ഓപ്ഷൻ വെച്ചിട്ട് വേറെ ഓരോരോ ഡിവൈസിൽ എങ്ങനെയാണ് നിങ്ങളെ വെബ് പേജ് കാണാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ആ ഒരു സൈസിൽ, ആ ഒരു ഡിവൈസിന്റെ സൈസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും.
ഇതിൽ കുറെ ഡിവൈസസ് ഉണ്ട്. അത് കൂടാതെ റെസ്പോൺസീവ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏത് സൈസിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതല്ല, ഇനി ഒരു പെർട്ടിക്കുലർ സൈസാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ആ സൈസ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സൈസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഇത്രയാണ് HTML കോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂൾസും കാര്യങ്ങളും ഒക്കെ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ടാഗ് എന്താണെന്നും ഡിഫറെന്റ് ടാഗ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. താങ്ക്സ്.